ഒരു പ്രമേയം ചൂസ് ചെയ്തു? ഇപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാൻ മടിക്കുന്നൊരു പ്രമേയമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ഒരുപാട് ആളുകൾ പറയാനൊക്കെ മടിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാൻ മടിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കില്ല, ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരാതിരുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് ഇപ്പം ഞാൻ ക്രിക്കറ്റ് മൂവി ചെയ്യുന്നു. 1993 എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അങ്ങനൊരു സിനിമ പറയാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത്രയും ആളുകളുടെ ഇമോഷൻസ്, ഇത്രയും ആളുകൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിക്കറ്റ്. അപ്പം ഞാൻ 2013 സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് 1983 അപ്പോൾ അത്രയും വർഷങ്ങൾ ഈ ഇമോഷനിലൂടെ കടന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതെനിക്ക് ഇതെൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാനിരുന്ന കഥയാണ്, എനിക്കിത് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. നിങ്ങളുടെ സിനിമ കണ്ടു എന്നോട് വിപിൻ ജയ് ഹേ ചെയ്ത വിപിൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ പടം കണ്ട് കരഞ്ഞു പോയി, കാരണം ഞാൻ പറയാനിരുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ താല്പര്യമില്ലാത്തൊരു കഥയായതുകൊണ്ടല്ലോ, അപ്പോൾ ഒരു തോട്ട് വന്നില്ലായിരിക്കും ആളുകൾക്ക്. സ്പാ ബേസ് ചെയ്തൊരു സിനിമ ഒരു പക്ഷേ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നിരിക്കാം. അങ്ങനൊരു തോട്ട് വന്നില്ല, അതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. അത് പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തൊരു കഥ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇന്റർനാഷണലിലേക്ക് സ്പാ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, ഹിന്ദിയിലും വന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു തരത്തിൽ വന്നൊരു ഡാർക്ക് സൈഡായിരുന്നു. ഒരു പെൺകുട്ടി, അവളുടെ ഒരു സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി അവളുടെ ഫാദറിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കഥ, നിര കശ്യപിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് കുറച്ചൊരു അക്കാഡമിക് സ്വഭാവമുള്ള ഒരു സിനിമയാണ്. ഞാൻ പക്ഷേ ഈ സിനിമയെ കുറച്ചുകൂടി ഒരു ഫൺ, ഒരു ആളുകൾക്ക് തിയേറ്ററിൽ ഒരുമിച്ചിരുന്നിരിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് ചിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം, ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് തലയിൽ കൈവയ്ക്കുമായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ്, ഇതൊരു ഭയങ്കര സാഡായിട്ടുള്ള ഇമോഷൻ, അത്തരത്തിലുള്ള സീക്വൻസുകളില്ല. പക്ഷേ ആളുകൾ ചിരിക്കുകയോ അമ്പരക്കുകയോ അല്ലെങ്കിൽ തലയിൽ കൈവയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സീക്വൻസുകളുള്ളൊരു സിനിമയാണ്. ആ സിനിമ എനിക്ക് അങ്ങനെ തോട്ടം വന്നപ്പോൾ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതെനിക്ക് 2015 എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഒരു തോന്നൽ വന്നതാണ് ഈ സിനിമ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം സ്പാ ബേസ് ചെയ്തൊരു സിനിമ വന്നതല്ല. ഇതിങ്ങനെ വിത്ത് പാകി ഒരു 10 വർഷം എടുത്തു എന്ന് മാത്രമാണ് സിനിമ ചെയ്യാനായിട്ട്. ഇപ്പം ഈ ഒരു പേര് വെച്ചായാലും ഇപ്പം കമന്റ് ബോക്സിലൊക്കെയായാലും ഒരുപാട് ആളുകൾ വന്ന് അശ്ലീലമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അവഹേളിക്കാനായിട്ട് തന്നെ. അപ്പം അവരോടൊക്കെ ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളൊരു കമന്റുകൾ ഇപ്പം നമ്മളൊരു ഒരു പോസ്റ്റ് ഇടുന്നു. ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഇടുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയും ഇത് പൊട്ടുന്നു, കമന്റ് വരും, ഇത് പൊട്ടും, ഇത് കൊള്ളത്തില്ല, ഇത് ഡിസാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയാൽ അല്ലെങ്കിൽ ട്രെയിലർ ഇറക്കിയാൽ അത് കാണുന്നതിന് മുൻപ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്ന ആളുകളോട് അവർ ചിലപ്പോൾ അതങ്ങനെ പറയുന്നതാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സിനിമ ഇറക്കി വിടുക. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കമൻറ്റുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ തോന്നലാണെങ്കിൽ പറഞ്ഞോളട്ടെ. അവർ കമൻറ്റല്ലേ ഇടുന്നുള്ളൂ, സിനിമ ചെയ്യുന്നത് ഞാനല്ലേ. അപ്പോൾ ആ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കാണും. ചിലപ്പോൾ 10 പേരായിരിക്കും ആദ്യം വരിക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർ 15 പേരെ വിളിച്ചു വരുത്തും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വരാനിരിക്കുന്ന 15 പേരോട് വരണ്ടെന്ന് പറയും. അതിൻ്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്ത ശേഷമാണ്. സിനിമ റിലീസേ ആവാതെ കമൻറ്റ് പറയുന്നവരോട് നമുക്കൊന്നും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ജോലി ചെയ്തുകൊള്ളട്ടെ. നമ്മളുടെ ജോലി സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സാറേ, സ്പാ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് വശമാണോ, അതായത് സ്പാ എന്ന ഒരു മേഖലയുടെ ബിസിനസ് വശത്തെ കുറിച്ചാണോ, അതോ അവിടെ എത്തുന്നവരുടെ മാനസിക കാര്യങ്ങളെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? സ്പാ എന്ന് പറയുന്ന സിനിമ അത് ചില മൊമെന്റ്സ് ആണ്. അതായത് മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്.
കഥാപാത്രങ്ങൾ തമ്മിൽ മനുഷ്യർ തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ് അതിനകത്ത് പറയുന്നത്. കുറച്ചുകൂടി ഡയലോഗ് ഓറിയൻറ്റഡ് ആണ്. പലതരം മനുഷ്യർ, ഇപ്പോൾ പലതരം മനുഷ്യർ തമ്മിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് ആ സിനിമ പറയുന്നത്. ഇതൊരു ഇറോട്ടിക് സിനിമയല്ല. ഇതൊരു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു. ഇതൊരു എറോട്ടിക് സിനിമയല്ല. ഇതൊരു എന്താ പറയുന്ന ഒരു അങ്ങനെ പറയാം. മനുഷ്യർ തമ്മിൽ കാണുന്നതിനെ കുറിച്ചുള്ള അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാവാം, അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാവാം, എൻകൗണ്ടർ ആവാം. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, പരിചയമില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടാവും. അതൊക്കെയാണ് ആ സിനിമ പറയുന്നത്. ശ്രുതി, ഹലോ. ഡേഞ്ചറസ് എൻകൗണ്ടേഴ്സ്. ശ്രുതി, ഇപ്പം നോക്കണം, ശ്രുതിയുടെ ജേണി നോക്കുകയാണെങ്കിൽ ഇപ്പം കോമഡി സ്റ്റാർസ് തുടങ്ങി, അതിനുശേഷം കിസ്മത്ത്, അതിനുശേഷം പിന്നെ ഒരുപാട് അന്യഭാഷ ചിത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ സ്പായിലെത്തിയിരിക്കുന്നു. ഈ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ശ്രുതി കുറച്ചു നേരം മുന്നേ പറഞ്ഞു ഇപ്പം മറ്റ് പല ജോബുകളിൽ നിന്നും വന്ന് ഇപ്പോൾ സിനിമകളിൽ എത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ മെയിനായിട്ട് അത് ശ്രുതി തന്നെയാണ് ആക്ച്വലി, കാരണം വലിയൊരു ഇൻസ്പിറേഷനുമാണ് അങ്ങനെ നോക്കുമ്പോൾ സമയത്ത്. അപ്പോൾ ഈ ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എന്നെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ എക്സ്പ്രസ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ് ദാൻ മലയാളം. സോ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു സ്റ്റേ ഇൻ എ ബോക്സ്. എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായിരുന്നു. ഞാൻ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. പിന്നെ ഞാൻ മോഡലായിരുന്നു. പിന്നെ ആങ്കറിങ് കുറേ ചെയ്തു. പിന്നെ ആക്ടിങ് ചെയ്തു. സോ ഇറ്റ് ഹസ് ബീൻ എൻ അഡ്വെഞ്ചർ. ഞാനിങ്ങനെ പ്ലാനിങ് ഇട്ട്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസ് എല്ലാം കൊടുത്തിട്ട് ഞാനെല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ മുല്ല എന്നൊരു പടം, ലാജോ സാറിൻ്റെ മുല്ല എന്നെ ഓഫർ ചെയ്തത്. അപ്പോൾ ഐ വെൻറ്റ് ആൻഡ് ആക്റ്റഡ് ഇൻ ദ ഫിലിം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫിലിം ലാൻഡ്. അപ്പോൾ ഞാൻ പൈലറ്റിംഗ് വേണ്ടെന്ന് വെച്ചു. ഇൻഫാക്ട് മൈ സിസ്റ്റേഴ്സ് നൗ എ പൈലറ്റ് വിത്ത് ഇൻഡിഗോ എയർലൈൻസ്. സോ വട്ട് എവർ ഐ ട്രൈഡ്, എന്തോ എനിക്ക് ആ ഒരു പാത്തിൽ, എനിക്കൊരു ഡിഫൈൻ ചെയ്തൊരു പാത്തിൽ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് എവറിഥിങ്. എനിക്ക് എല്ലാത്തിലും, അത് ഫെയിലിയർ ആയാലും ശരി, ഞാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫിൻ്റെ ജേർണി ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് വേണം. സോ ഇറ്റ്സ് ബീൻ എൻ അഡ്വെഞ്ചർ റിയലി. ആൻഡ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് അഡ്വെഞ്ചർ. ഇങ്ങനെ ചെയ്ത് നടന്ന് ലുക്ക് വെർ ഐ ആം സിറ്റിംഗ് among some fantastic people. I'm talking to so many of y'all. ഇത്ര ആൾക്കാരെ ഞാൻ പറയുമ്പോൾ പേഷ്യൻ്റ്ലി ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. സോ ഇറ്റ്സ് ഐ എം എ ലക്കി ഗേൾ അല്ലേ? യെസ്. റിംഗ് ടോൺസ്. എനിബഡി എൽസ്? സാറിനോട് തന്നെയാണ്. ഷുവർ. ഇപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പാ കേന്ദ്രങ്ങളെല്ലാം ഒരു വിവാദം, അതായത് ഒരു വിവാദ വിഷയമായിട്ടാണ് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി ഈ സിനിമയെ ശരിക്കും ബാധിക്കും എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നില്ലേ? കാരണം അവരെ കൂടെ ആകർഷിക്കണം, അവരെ കൂടെ നല്ല ഒരു മോശം ഇടമല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചാലല്ലേ ആ സിനിമ കാണാനുള്ള ഒരു ഇഷ്ടം വരുള്ളൂ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പേടിയില്ലാതെ എടുക്കാൻ കാരണം? അല്ല, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഗ്രേ ഷെയ്ഡ് ലൈഫിലുള്ളതൊന്നുമില്ല. മനുഷ്യർക്ക് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ ഒരു കഥാസന്ദർഭത്തിന് അത് ഗ്രേ ഷെയ്ഡിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ആളുകൾ പറയുന്നു ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള ഇടമാണ് എന്തും പറയുന്നതല്ല പറയുന്നത്. നമ്മളൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഏരിയകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏരിയകൾ, മനുഷ്യരുടെ കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ കോൺഫ്ലിക്ട്സുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ തിരഞ്ഞെടുത്ത് അവിടുത്തെ മനുഷ്യരെ കുറിച്ച്
പറയുന്നതാണല്ലോ ഒരു ഫിലിം മേക്കറിന് അതാണ് കുറച്ചുകൂടെ ഒരു കഥ പറയാൻ എളുപ്പം. അപ്പോൾ സ്പായിൽ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അവിടെ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, അവിടെ കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു കഥയെ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇടം നമ്മൾ സൊസൈറ്റിയിലുള്ളതല്ലേ, സൊസൈറ്റിയിലുള്ള ഒരിടമാണ് അത്. അതിൻ്റെ പോസിറ്റീവ്സ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. ഇപ്പം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന മരുന്നുകൾ, ഡ്രഗ്സുകൾ, ആ ഡ്രഗ്സിനെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ് ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയില്ല, അത്തരത്തിലുള്ള ഇടമാണ്. അല്ലാതെ ഇതൊരു ആളുകൾ ഇത് വരാൻ സാധ്യതയില്ല, ഇത് കാണാൻ സാധ്യതയില്ലല്ലോ എന്നൊരു ഒരു ഫിലിം മേക്കർ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒട്ടുമേ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ച ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലേക്കാണോ ഈ സിനിമയും കാണുന്നത്? എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവനും പിന്നീട് എഴുതി വെക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, ഒരു സിനിമ വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ രണ്ടാമത് വരുമ്പോൾ ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലേ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പില്ല. ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ. 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ സിനിമ. അതൊരു വേറെതരം ഒരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെ. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്, ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. അതല്ലാതെ ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം, അതിനൊക്കെ സാധ്യതകളുള്ള സിനിമയാണ്. കൊമേഴ്സ്യലാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറേ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് അതിനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? എല്ലാ സിനിമയെ കുറിച്ചും ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ചോദിക്കും, ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്? ഈ ഡയലോഗ് ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിലുള്ള ആർട്ട് ഡയറക്ടർ നമ്മൾ ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ? ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയെല്ലാം ഞാൻ എന്ത് സിനിമയെക്കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായിരിക്കും. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസുള്ള ആൻസേഴ്സ് പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല.